ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിൽ കത്തി നിൽക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫറിൻ്റെയാണ്. ജാസ്മിൻ ജാഫർ നിങ്ങൾക്ക് അറിയായിരിക്കും, ബിഗ് ബോസിലെ അതേപോലെ തന്നെ വലിയൊരു ഇൻഫ്ലുവൻസറാണ്, ബിഗ് ബോസ് താരാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് ഷൂട്ട് ചെയ്തിരുന്നു. അത് പോസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 3 മില്യൺ 30 ലക്ഷത്തോളം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ചൊല്ലി അതങ്ങനെ വലിയ വാർത്തയായി. ഇപ്പോൾ അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽസ് എടുത്തു. അവിടുത്തെ അമ്പലക്കുളത്തിൽ കാല് ഇട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ആ വീഡിയോ ഇപ്പോൾ ആൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ ജാഫർ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അതാണ് ഇവിടുത്തെ ചോദ്യം. ഓഫ് കോഴ്സ് തെറ്റാണ് ചെയ്തത്. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരും വരായികളെ പറ്റി ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. അതായത് പറയുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. മാത്രമല്ല, കാണുന്നവനെ അപ്പൻ എന്ന് കരുതുന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അതായത് ആരാണ് കൂടെയുള്ളത്, അവർ കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അതിലങ്ങ് വീണ് പിന്നെ അവരെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അത് വേറെ കാര്യം. പിന്നെ താൻ പറയുന്നത് എന്താണ്, അതിലെന്തർത്ഥമാണുള്ളത് എന്നൊന്നും ചിന്തിക്കാത്തൊരു കുട്ടിയാണ്. അതായത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, പെർഫ്യൂം എനിക്കിഷ്ടമല്ല, അത് ഹറാമാണ്. നെയിൽ പോളിഷ് ഞാൻ ഉപയോഗിക്കാറില്ല, അത് ഹറാമാണ്. അപ്പം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലേ ആ കുട്ടിക്ക്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കലാണ് ഈ 2 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നതെന്നുള്ള ബോധം പോലും ഇല്ലാത്തൊരു കുട്ടിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അപ്പം ആ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് ഷൂട്ട് ചെയ്തു. അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. കേരള പോലീസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റം തന്നെയാണത്. അപ്പൊ ആ കുട്ടി അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ റീൽസോ വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ഹൈക്കോടതി കേരള പോലീസ് ആക്ട് പ്രകാരം ഉത്തരവിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെയാണ് മറികടന്ന് ജാസ്മിൻ ജാഫർ വീഡിയോയും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അവിടെ പോയിട്ട്. അതേപോലെ തന്നെ റനീഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിഗ് ബോസ് താരം ഇതേപോലെ അമ്പലനടയിൽ നിന്നിട്ട് അതിനകത്ത് കയറിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലരും പറയുന്നത് കേട്ടു, കുട്ടികളെ ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും സെക്യൂരിറ്റി പോലീസുകാർ വന്ന് തടയുന്നുണ്ട് എന്ന്. അപ്പൊ ഇവരെങ്ങനെയാണ് ഇത്രയും ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവിടെ നടന്നെടുക്കുന്നതെന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ പറയാനുള്ളത്, എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട്, അതേപോലെ തന്നെ നിയമങ്ങളുണ്ടല്ലേ. അപ്പം നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന നിയമം നമ്മൾ പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് അതിന് തക്കതായ ശിക്ഷകൾ കിട്ടും. അപ്പം പക്ഷേ ജാസ്മിൻ ജാഫർ ഇപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആള് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ജാതിയോ മതത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തത്, അറിയാതെ ചെയ്തു പോയതാണ്, അല്ലാണ്ട് വേറൊരു ഉദ്ദേശമില്ല എന്നുള്ള രീതിയിൽ ആള് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ആള് ചിന്തിക്കേണ്ടതായിരുന്നു, ആള് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ വക കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവായതുകൊണ്ട് തന്നെ അതിനർഹമായ ശിക്ഷ കിട്ടണം എന്നാണ് കമന്റ് സെക്ഷനിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഒരുപാട് എല്ലാവരും അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. കാരണം ജയിലിലിടണം, നല്ല ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് കണ്ടു കേട്ടോ. അപ്പൊ ശിക്ഷ കൊടുക്കന്നെ വേണം, കാരണം നിയമം ലംഘിച്ചതിന് ശിക്ഷ കൊടുക്കന്നെ വേണം. പക്ഷെ കമന്റ് സെക്ഷനിൽ ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു. അതായത് അവളെ ജയിലിലിട്ട് പൂട്ടണം എന്നുള്ള രീതിയിൽ, പിന്നെ പുറത്തേക്ക് ഇറക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സ് കണ്ടു. പിന്നെ മതവർഗീയത, ഇന്ന ജാതിയെ പറ്റി ഇന്ന മതത്തെ പറ്റിയൊക്കെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് കണ്ടു. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എത്രയോ ഇതിനും വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അല്ലെ, കൂളായിട്ട് നടക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയൊരു
ഫൈനോ കാര്യങ്ങളൊക്കെ വെച്ച് ശിക്ഷ കൊടുക്കാവുന്ന കേസേ ഉള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അതായത് ഒരുപാട് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തവരും കൂളായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ ഒരു ഫൈനോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ കൊടുത്തിട്ട് ഇനി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു താക്കീതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിർത്താവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.